എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അജയ്കുമാർ. ഇന്ന് നമ്മൾ പറയുന്നത് നവപാഷാണത്തെക്കുറിച്ചാണ്. എന്താണ് നവപാഷാണം? നവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9, പാഷാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷം. അപ്പോൾ 9 വിഷക്കൂട്ടുകൾ ചേർത്തുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് അതിഭയങ്കരമായ ഒരു മരുന്ന് നമ്മൾ ഉണ്ടാക്കുന്നു. എന്താണ് ആ മരുന്നിൻ്റെ പ്രയോജനം, എന്തിനൊക്കെ നമുക്കത് പ്രയോജനപ്പെടും എന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നമ്മൾക്ക് പഠിക്കാം. ഇതാണ് നവപാഷാണ കൂട്ട്. നവപാഷാണത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുകയും നവപാഷാണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കുവാനും വേണ്ടിയിട്ട് ഞാനൊരു സിദ്ധവൈദ്യൻ്റെ കൂടെ താമസിച്ചുകൊണ്ടാണ് നവപാഷാണ കൂട്ടുണ്ടാക്കുന്നത് ഞാൻ പഠിച്ചത്. അത് അത്ര ഈസി അല്ല, ഇതൊരു അത്ഭുത മരുന്നാണിത്. ഇത് വളരെ രഹസ്യമാക്കി വയ്ക്കുന്നതാണ്. ഇതിൻ്റെ മിക്സിങ്ങും ഇതിൻ്റെ നിർമ്മാണമെല്ലാം വളരെ ഗോപ്യമായിട്ട് വളരെ രഹസ്യമായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇത് അറിയുവാനായിട്ട് എന്നെ ഒരു സിദ്ധവൈദ്യൻ സഹായിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹായത്താൽ ഞാൻ ഇങ്ങനത്തെ ഒരു നവപാഷാണ കെട്ട് ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്തു. നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ വേറിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒറിജിനലാണ് എന്നുണ്ടെങ്കിൽ ഇതിന് നല്ല വില കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ, പഴനിയിൽ മുരുകന്റെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് നവപാഷാണങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ ജലധാര നടത്തുന്നതും പാലഭിഷേകം ചെയ്യുന്നത്, ജനങ്ങൾ പുറത്തു നിന്നും എടുത്ത് കുടിക്കുന്നതും അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പല ദിവസങ്ങളോളം യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതുകൊണ്ട് പല അസുഖങ്ങളും മാറിയതായിട്ട് പല അനുഭവസ്ഥരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ നവപാഷാണം? ഈ പാഷാണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വെച്ചിട്ടാണ് ഇത് ശുദ്ധി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ജാതിലിംഗം, വീരം, രസം, തോട്ടിപ്പാഷാണം, ഗന്ധകം, ഗൗരീപാഷാണം, വെള്ളപ്പാഷാണം, ശിലേപാഷാണം, ശംഖപാഷാണം. ഇതാണ് 9 നവപാഷാണങ്ങൾ. നവപാഷാണം ഒരു സിദ്ധൌഷധമാണ്. പല രോഗികൾക്കും നവപാഷാണങ്ങളെ കൊണ്ട് ചികിത്സിച്ചിട്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടിപ്പോയിട്ടുണ്ട്. അധികവും മാറാരോഗങ്ങൾക്കാണ് ഞാൻ നവപാഷാണം യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നവപാഷാണം ഒരു സിദ്ധൌഷധമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് രോഗികൾക്ക് പ്രയോജനം കിട്ടിയിട്ടുമുണ്ട് ഈ നവപാഷാണം കൊടുത്തിട്ട്. നവപാഷാണം ശുദ്ധി ചെയ്യുന്നത് ഒരു രഹസ്യക്കൂട്ടാണത്. ഈ രഹസ്യക്കൂട്ടുകൾ സാധാരണ സിദ്ധവൈദ്യന്മാരോ ഇതറിയുന്ന വൈദ്യന്മാരോ പുറത്തു പറയാറില്ല. ഇപ്പോഴും അത് രഹസ്യമാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവർക്ക് വളരെ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അവർ ആ രഹസ്യക്കൂട്ട് ഇപ്പോഴും നമുക്ക് പറഞ്ഞു തരികയുള്ളൂ. മനുഷ്യ ശരീരത്തിലെ എല്ലാ നെഗറ്റീവുകളും എല്ലാ ചീത്ത കോശങ്ങളെയും ഇല്ലാതാക്കുവാൻ ഈ നവപാഷാണത്തിന് അതിഭയങ്കരമായ ഒരു ശക്തി തന്നെയുണ്ട്. നവഗ്രഹ ദോഷത്തിന് നവപാഷാണം കയ്യിൽ വയ്ക്കുന്നതോ വീട്ടിൽ സൂക്ഷിക്കുന്നതോ നല്ല ഗുണം ചെയ്യുന്നതായിരിക്കും. 18 സിദ്ധന്മാരിൽ ഒരാളായ ബോഗറാണ് നവപാഷാണം എന്ന മരുന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ആരായിരുന്നു ഈ ബോഗർ? അഗസ്ത്യ മുനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ബോഗർ. പാഷാണം എന്നാൽ വിഷമാണ്. വിഷം തനിച്ചിരുന്നാൽ അത് വിഷമയമാണ്. അത് മറ്റുള്ള ഔഷധങ്ങളുടെ കൂടി ചേർന്നുകൊണ്ട് അതിനെ ഭാവന ചെയ്തെടുത്താൽ നമ്മൾക്കിതിൻ്റെ വിഷം കളയുവാനും പറ്റും. ഏറ്റവും നല്ല ഔഷധമാക്കി നമ്മൾക്ക് ഉപയോഗിക്കാനും പറ്റും. നിങ്ങൾക്കറിയാമോ, പഴനിമലയിലെ വിഗ്രഹത്തിൽ ചാർത്തുന്ന ചന്ദനം, പഴനിമലയിൽ എല്ലാ ദിവസവും വൈകിട്ട് ഈ വിഗ്രഹത്തിൽ ചന്ദനം ചാർത്തും. ഈ ചന്ദനം നേരം വെളുത്ത് അവർ വരുമ്പോൾ ഇതിൻ്റെ കളർ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. ഈ ചന്ദനം നല്ല ഔഷധ ഗുണമുള്ളതാണ്. എങ്ങനെ നവപാഷാണം ഒറിജിനലാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? നവപാഷാണം രാവിലെ നമ്മൾ വന്ന് നോക്കുമ്പോൾ അതിന്മേൽ വിയർപ്പ് തുള്ളികൾ നല്ലോണം ഉണ്ടായിരിക്കും. പക്ഷെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഈ വിയർപ്പ് തുള്ളികൾ എല്ലാം നഷ്ടപ്പെട്ടു പോകും. രാത്രിയിൽ മാത്രമാണ് ഇതിൻ്റെ വിയർപ്പ് തുള്ളികൾ വരുന്നത്. പിന്നെ ഈ നവപാഷാണം ഏതെങ്കിലും ലോഹങ്ങളിൽ തട്ടിയാൽ മണിനാഥന്മാരി നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ഇതൊരു ഒറിജിനൽ ആയിട്ടുള്ള നവപാഷാണം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്.